മഹാസഖ്യങ്ങളുടെ പോരാട്ടത്തിനൊടുവിലുള്ള മഹായുതിയുടെ വിജയത്തിൽ ഇനി അറിയേണ്ടത് ആരാകും മഹാരാഷ്ട്രയിലെ അടുത്ത മുഖ്യമന്ത്രി എന്നാണ്. മുഖ്യമന്ത്രി പദവി സംബന്ധിച്ച് മഹായുതിയിൽ നിന്നുയരുന്ന ഭിന്നതകളും ഇതിനകം പുറത്തുവന്നു കഴിഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനം സംബന്ധിച്ചുണ്ടായ തർക്കങ്ങൾ ബിജെപിക്ക് മുന്നിൽ പാഠമായുണ്ട്. 2020 തെരഞ്ഞെടുപ്പിന് ശേഷം ബിജെപിയും ശിവസേനയും രണ്ടാകാനുണ്ടായ പ്രധാന കാരണം മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുണ്ടായ തർക്കമാണ്. ഷിൻഡെ തന്നെ ഇത്തവണയും മുഖ്യമന്ത്രിയാകുമെന്ന ചില ഉറച്ച തീരുമാനങ്ങൾക്കിടയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ദേവേന്ദ്ര ഫട്നാവിസിന് അർഹതയുമുണ്ട്. ഇതൊരു തർക്കമാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല എന്നർത്ഥം. ഫലം വരും മുൻപ് കഴിഞ്ഞ ദിവസം ഇരുസഖ്യവും ആദ്യം ചെയ്തത് MLA-മാരെ വിളിച്ചുവരുത്തി തൂക്കുമന്ത്രിസഭ വന്നാൽ ചോരാനുള്ള സാധ്യത ഒഴിവാക്കലായിരുന്നു. ഇതിനായി വലിയ മുന്നൊരുക്കം നടന്നു. പക്ഷേ വലിയ മേൽക്കൈയുള്ള വിജയം നേടിയതോടെ മഹായുതിയിൽ ആ സാധ്യതകൾ ഇല്ലാതായെന്ന് പറയാം. ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയാകണമെന്നാണ് BJP പ്രവർത്തകർ ആഗ്രഹിക്കുന്നതെന്ന പ്രസ്താവനകൾ ഫലപ്രഖ്യാപനത്തിന് മുന്നേ ഉണ്ടായിരുന്നു. എന്നാൽ ഷിൻഡെ മുഖ്യമന്ത്രിയാകണമെന്ന് മറുപടിയുമായി ശിവസേന പക്ഷം വരികയും ചെയ്തു. ചരിത്ര വിജയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർ ആശംസകൾ നേർന്നിട്ടുണ്ട്. രാത്രി മുതിർന്ന നേതാക്കളുടെ കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുങ്ങുകയും ചെയ്തു. 26-ന് മന്ത്രിസഭാ രൂപീകരണം സാധ്യമാകും വിധമാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ. അതേസമയം പിടിവലി അവസാനിക്കുന്നില്ല. ഫട്നാവിസ് മുഖ്യമന്ത്രിയാകുമെന്ന് അമ്മ സരിത ഫട്നാവിസ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഒന്നിച്ചു നിന്നാൽ സേഫായിരിക്കും, മോദിയുണ്ടെങ്കിൽ എന്തും സാധിക്കും. ദേവേന്ദ്ര ഫട്നാവിസ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചപ്പോൾ ഏറ്റവും വലിയ കക്ഷിക്ക് മുഖ്യമന്ത്രി കസേര ആരും തീരുമാനിച്ചിട്ടില്ലെന്ന് ഷിൻഡെയും പറഞ്ഞു. അതിന് പല അർത്ഥങ്ങളുണ്ട്. സർക്കാർ രൂപീകരിക്കാൻ ഇനി 72 മണിക്കൂറുകളാണ് മുന്നിലുള്ളത്. അധികാരം സംരക്ഷിക്കാൻ മഹായുതിക്ക് കഴിയുമെങ്കിലും തലവേദനകൾ ചില്ലറയായിരിക്കില്ല. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.